ഹലോ കൂട്ടുകാരെ, കണ്ടോ ഇത് എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അവരെ ഭയങ്കര സ്നേഹമാണ് എന്നോട്. പ്രായമായ ഒരു അമ്മയാണ്, പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്ത് വീട്ടിലുണ്ടെങ്കിലും കൊണ്ടുവന്ന് വെട്ടിപ്പെറുക്കി കൊണ്ടുവന്ന് തരും. കണ്ടോ, വലിയ മീനാണ്. നമ്മുടെ നാട്ടിൽ ഇത് എത്ര രൂപയാണ്? ചിലപ്പോൾ ഒരു 5,000 രൂപക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. ഇതുപോലെ വേറെ ഒരു പൊതി കൂടി ഉണ്ട്. ഇതിപ്പോൾ ഞാനിതിപ്പോൾ ഇത് വറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരിയുണ്ട്, അവൾക്കും കൊണ്ടു കൊടുക്കണം. അവൾക്ക് ഇഷ്ടമാണ് വറക്കണതൊക്കെ. അവളും എനിക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ കസ്റ്റമറൊക്കെ കൊടുക്കുമ്പോൾ വലിയ മീനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അവർ ഈ നാട്ടുകാർ അവർ ബോട്ടിങ്ങിന് പോകും. ബോട്ടിൽ പോയിട്ട് ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കും. ഇത് ചൂണ്ടയിട്ട് പിടിച്ചതാണെന്ന് തോന്നല്ല, ഇത് വാങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തല എനിക്ക് കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് അവിടെ നിന്ന് തലയ്ക്ക് പയ്യെ തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല തിന്നണം. എനിക്ക് മാംസത്തിനെല്ലാം ഇഷ്ടം. എനിക്ക് മുള്ളും എള്ളും ഒക്കെയാണ്. കണ്ട ഒരു പരിപാടിയാണ്. ഭയങ്കര ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന പോലെ ഇരുന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് ഇനി ഇത് കറിയാക്കണം. ഇതല്ല കേട്ടോ, ഇത് വറക്കാനുള്ളത്. ഇന്ന് വറക്കൂലെന്ന് ഞാൻ അരപ്പ് പറ്റി വയ്ക്കും. നാളെ വറക്കുള്ളൂ. നാളെ രാവിലെ ഇതിന് ഞാനിപ്പം തന്നെ കറിയാക്കും. ഇവർ സ്നേഹിച്ചാലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് സ്നേഹിക്കും. എന്നോടൊരു പ്രത്യേക സ്നേഹമാണ് എൻ്റെ അമ്മേടത്തിന്. ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അവരെ. എനിക്ക് പറയാൻ പറ്റാത്തത്രയും സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എനിക്ക്. പാവം, നല്ല ദീർഘായുസ് കിട്ടാനും ആരോഗ്യവും കിട്ടാനും ഞാൻ എന്നും പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനയിൽ അവരെ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മളോട് സ്നേഹം കാണിക്കുന്നതും നമ്മളെ സഹായിക്കുന്നതും എല്ലാവരോടും പ്രത്യേകമായിട്ട് നമ്മൾ അത് സാധാരണയല്ലേ, നമ്മൾ മാനസികമായിട്ടുള്ള ഒരു സ്വഭാവമല്ലേ അത്. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കതുപോലത്തെ ഒത്തിരി നല്ല കസ്റ്റമറുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത് ഇവിടെ. ഈ പ്രവാസ ജീവിതത്തിൽ ഇങ്ങനെ പോകണമെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല മനുഷ്യർ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പ്രവാസികളിങ്ങനെ ജീവിച്ചു പോകുന്നത്. പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വല്ല മോശം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മളുടെ നാട്ടിൽ ഇതുപോലെ കഴിവുണ്ടാകുന്ന എത്രയോ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരൊക്കെ ഇവരെയൊക്കെ സംബന്ധിച്ച് നമുക്കൊന്നുമില്ലാഞ്ഞിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നാട്ടുകാരൊക്കെ വരുമ്പോൾ എന്തെല്ലാം ബഹുമാനമില്ലാണ്ടാക്കിയത് ചില ആൾക്കാരൊക്കെ പെരുമാറുന്നത് നിങ്ങളോടൊക്കെ. അവസാനത്തെ ഇവരൊക്കെ നമുക്ക് വളരെ റെസ്പെക്റ്റ് തന്നിട്ടാണ് കേട്ടോ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെയെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഇവരോടൊക്കെ നമുക്ക് ഒത്തിരി സ്നേഹവും ബഹുമാനവും നന്ദിയും എന്നുണ്ടായിരിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയിലെന്നും അവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദീർഘായുസ്സുണ്ടാകാൻ എൻ്റെ അമ്മേടത്തിന്, അവരുടെ ഫാമിലി മൊത്തം. കണ്ടോ അമ്മ, ഞാനിത് കറി വെക്കാൻ നോക്കട്ടെ കേട്ടോ. ശരി എന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. കൂട്ടുകാരെ, എനിക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു. എനിക്കിതുപോലെ വീഡിയോസൊക്കെ കുറേ പിടിക്കണമെന്നുണ്ട്. അങ്ങനെ പരിചയം പോരാ, എന്നാലും പയ്യെ ഒന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു.